പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്നായിരുന്നു, ഇപ്പൊ ഉടനെ ഉടനെയാ. എന്താണ് കാര്യം? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. ഇത് നാടകമല്ല, മര്യാദയ്ക്ക് പറ. അതായത് അവർ അർഹമായ രീതിയിൽ ചെയ്തില്ല എന്ന് തോന്നലുണ്ടാക്കിയത് ഞാനോ നിങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷവുമല്ല. നീ ചുറ്റിക്കളിക്കാതെ കാര്യം എന്താ തുറന്നു പറഞ്ഞോ. കേരളത്തിൽ നിരവധി തവണ ഉയർന്നു കേട്ടിട്ടുള്ള സുതാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന്. നീ എന്ത് പിച്ചും പേയുവാണ്ടാ ഈ പറയുന്നേ? ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. ഒരു ജനത്തിന്റെ അടുത്തും ഇതുപോലെ വന്നു കിടന്ന് തെണ്ടണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും വരില്ലായിരുന്നു. മാധവൻകുട്ടി, ഇവൻ എന്തായി പറയണത്? കഴിവുകെട്ട, ക്രിയാത്മകമായി ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത, സെക്രട്ടറി പറയുമ്പോൾ ഷൂ എന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ തലപ്പത്തിരുന്ന് നമ്മെ ഭരിക്കുമ്പോൾ നീ കുറെ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട് 10 രൂപയെങ്കിൽ 10 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ ചൊറിഞ്ഞു കയറി വരുന്ന സഖാക്കന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇയാൾ വെറുതെ വീമ്പിളക്കുന്ന ഒരു ചുക്കും നടന്നിട്ടില്ലെന്നേ. ആരോ എന്തോ ചെയ്തോട്ടെ, അവൻ മുഖ്യമന്ത്രിക്ക് 5 പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? താനാണോ തീരുമാനിക്കേണ്ടത്? ഇയാൾ ആ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. ഇനി മേലിൽ ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ.